നല്ലൊരു റിലേഷൻ ചൂസ് ചെയ്യേണ്ടത്. അതായത് ഇന്ന് പല റിലേഷൻസ് നമ്മൾ കാണുന്നതാണ്. ഇന്നത്തെ ഒരു ന്യൂജൻ റിലേഷനിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഒരു വിധത്തിലുള്ള ഒരു കബളിപ്പിക്കലായിട്ടാണ്. അതായത് കണ്ടു ഇഷ്ടപ്പെടുന്നു, പിന്നീട് പല രീതിയിലും അവരെ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുമല്ലോ. ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരു വ്യക്തിനെ മാക്സിമം ഊറ്റിയെടുക്കുന്ന രീതിയിലുള്ള റിലേഷൻസ് ആണ് ഇന്ന് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള റിലേഷൻസ് ഒക്കെ എങ്ങനെ കണ്ടെത്താൻ പറ്റും, ബിഫോർ ചൂസിങ് എങ്ങനെ കണ്ടെത്താമെന്നും, അഥവാ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോയി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ശേഷം ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ആദ്യം പറഞ്ഞു തുടങ്ങിയ മാറ്ററിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ റിലേഷൻഷിപ്സ് ഒക്കെ വളരെ കുറച്ച് കാലമല്ലേ നിൽക്കാറുള്ളൂ, അതൊരു ഇഷ്യൂ അല്ലേ? അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് ഗിവപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അടിയുണ്ടായി, ചിലപ്പോൾ ഭയങ്കര വഴക്കുണ്ടായെങ്കിലും നമ്മളത് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി കുറേ എഫേർട്ട് ഇടും. നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവും. കാരണം നമ്മൾ വലിയ പെർഫെക്റ്റ് ഒന്നും ആളൊന്നുമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, എല്ലാ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്പുറത്തെ ആൾ ചെയ്യുന്ന കുറ്റങ്ങൾ നമ്മൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ നമ്മളാരായി? അപ്പം നമ്മൾ ഭയങ്കര ഈഗോയിസ്റ്റിക്കായ ഒരാളായി മാറി. എന്നാൽ നമ്മളോട് എല്ലാവരും ക്ഷമിക്കാൻ വേണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കില്ല, പക്ഷെ നമ്മൾക്ക് ക്ഷമ വേണം. നമുക്ക് മറ്റുള്ളവരുടെ എല്ലാം വേണം, അറ്റൻഷൻ, അപ്രീസിയേഷൻ, വാലിഡേഷൻ, ഇതെല്ലാം വേണം. പക്ഷെ നമ്മൾ തിരിച്ചങ്ങോട്ട് ഒന്നും കൊടുക്കില്ല. അപ്പം പുതിയ തലമുറയിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ചോയ്സുകൾ ഒരുപാടാണ്. ഇപ്പം ടീച്ചർമാരും ഇപ്പോൾ എൻ്റെ ഒരു ജനറേഷനൊക്കെ വരികയാണെങ്കിലും നമ്മളൊരു അഫെയറിന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ തപ്പി നടക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ കണ്ണിൽ കാണുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റായിട്ട് ഇങ്ങനെ പെൺപിള്ളേരുടെ പ്രൊഫൈലൊന്നും കാണാനില്ല. നമ്മൾക്ക് ആകെ നമ്മൾ ആയുസിൽ നേരിട്ടാണ് എത്ര കുട്ടികളുണ്ടാവും. അവരിൽ ഏതെങ്കിലും ഒരു കുട്ടിയോട് നമുക്കൊരു ഒരു സ്ട്രൈക്ക് ചെയ്യുന്നൊരു ഇമോഷൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അത് ഡെവലപ്പ് ആവുള്ളൂ. ഓപ്ഷൻസ് കൂടിയപ്പോൾ എന്തായി? കുട്ടികൾക്ക് ചാഞ്ചാട്ടം കൂടി. പിന്നെ ആ ഗിവപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വളരെ കൂടി. ലൈഫിൽ പെട്ടെന്ന് ഗിവപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു നല്ല ക്വാളിറ്റി അല്ല. എന്ത് സാധനവും അത് നമ്മൾ എളുപ്പത്തിൽ അങ്ങോട്ട് വിട്ട് കളയുമല്ലേ. അപ്പം അതൊരു വലിയ പ്രശ്നമാണ് റിലേഷൻഷിപ്പിൽ. ക്ഷമയില്ലാത്തത്, എളുപ്പത്തിൽ ഗിവപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ചോയ്സ്. നമ്മൾ കാണുന്ന ഓരോരുത്തരും മറ്റൊരാളെക്കാളും ഏതെങ്കിലും രീതിയിൽ മികച്ചതായിരിക്കും. അപ്പം നമ്മൾ ബോയ് ഫ്രണ്ടായിട്ട് ഒരാളെ കണ്ടെത്തി, എന്തെങ്കിലും അയാളുടെ ഒരു ഫീച്ചറോ സ്വഭാവമോ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു അഫെയറിലാവുന്നത്. ഈ അഫെയറിലായി കഴിയുമ്പോഴും നമ്മൾ മറന്നുകൊണ്ടൊരു കാര്യമുണ്ട്. നമ്മളും ഈ അഫെയറിലായ ആളും ഇവരെല്ലാവരും ഒരേപോലെ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നില്ലേ. അതിനനുസരിച്ച് നമ്മളുടെ ക്യാരക്ടറിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അത് നല്ല മാറ്റമാവാം, ചീത്ത മാറ്റമാവാം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എക്സ്പീരിയൻസുമായിട്ടുള്ള കണ്ടന്റുകളും ആ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളുടെ പിന്നീടുള്ള ബിഹേവിയർ രൂപപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാൾ ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും വേറൊരു ഡിഫറെൻ്റ് ആളായി മാറാം. ചിലപ്പോൾ വളരെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ള ഒരാൾ കാലക്രമേണ പതുക്കെ അയാൾ നമ്മളൊക്കെ ലൈഫ് പഠിക്കുമല്ലേ, ചിലപ്പോൾ വളരെ നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളായിട്ട് മാറും. അപ്പോൾ നമ്മൾ അഫെയറിലാകുന്ന മൊമെൻറ്റിലുള്ള ആളുടെ ബിഹേവിയർ വെച്ചിട്ട് എങ്ങനെ നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യും? അപ്പം ജഡ്ജ്മെൻ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ജഡ്ജ്മെൻറ്റ് പാടില്ല. ജഡ്ജ്മെൻറ്റ് വന്നാൽ പോയി. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു തീരുമാനമാണ്, ഒരു സ്ലാബ്, ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ ഇട്ടു. ഇപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ഇടുമ്പോൾ ഒരു പ്രശ്നം, ആ ജഡ്ജ്മെൻറ്റിൻ്റെ മുകളിലുള്ള ഒരു ഐഡിയോളജി നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല. നമ്മൾ ഓൾറെഡി വിധി എഴുതി കഴിഞ്ഞല്ലോ, ഇവനിതാണ് അല്ലെങ്കിൽ ഇവളിതാണ് എന്ന് നമ്മൾ ഓൾറെഡി ഒരു വിധി എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് അതിന് മുകളിലുള്ള ഒരു ആശയവും നമ്മുടെ തലയിലോട്ട് കയറാൻ നമ്മൾ തന്നെ സമ്മതിക്കില്ല. അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം. അവൻ അങ്ങനെ, അവൻ പണ്ടേ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലത് അങ്ങനെ ഒരു ധാരണ, അതൊരു ഉറച്ച തീരുമാനമായിപ്പോയി. എന്നാൽ ആ വ്യക്തി പണ്ടുള്ള പോലെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ എങ്ങനെ വിലയിരുത്തും, എങ്ങനെ വിധി എഴുതും? അപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മളായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാളുടെ ആ സമയത്ത് മൂഡ് നോക്കിയിട്ട് ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്ന് നമ്മളൊരു ജഡ്ജ്മെന്റ് ഇട്ടാൽ അത് വളരെ തെറ്റാവാനാണ് സാധ്യത. കാര്യം അങ്ങനെ ആവണമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളും
അപ്പുറത്തെ ആളൊക്കെ ഒരുപോലെ തന്നെ ഗ്രോ ചെയ്യുമല്ലേ. നിങ്ങൾ കാണുന്ന കണ്ടന്റ് വേറെ ആയിരിക്കും, പാർട്ട്ണർ കാണുന്ന കണ്ടന്റ് വേറെ ആയിരിക്കും, കേൾക്കുന്ന പാട്ടുകൾ, കാണുന്ന മൂവീസ്, കണ്ടന്റ്സ്, ഡോക്യുമെൻ്ററി, കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഡിഫറെൻ്റ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മാറും. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് നല്ല നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കുറച്ച് അഗ്രഷൻ കൂടും, നിങ്ങളുടെ ബോഡി വേറെ കുറച്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും, നിങ്ങളുടെ ജോ ലൈനൊക്കെ ഒന്ന് ടൈറ്റ് ആവും. എന്നാൽ വെജിറ്റേറിയൻ തന്നെ ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരുന്നല്ല, ജോയുടെ സ്ട്രെങ്ത് കുറയും. നിങ്ങളുടെ പല്ലും മോണയൊക്കെ അതിനനുസരിച്ച് ആക്റ്റീവ് ആയാലല്ലേ അവിടുത്തെ കാൽഷ്യം ഡെപ്പോസിറ്റ് നന്നാവുള്ളൂ, അപ്പോഴല്ലേ ജോ ലൈനൊക്കെ നല്ല സ്ട്രെങ്ത് ആവുള്ളൂ. എന്ന് വെച്ചിട്ട് വെജിറ്റേറിയൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന പല്ലിനും മോണയ്ക്കും അത്രയും പണി കിട്ടാത്തത് കൊണ്ട് അവിടുത്തെ ഡെവലപ്മെന്റ് അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കാണുന്ന കാഴ്ച, കേൾക്കുന്ന കേൾവി, ഇതെല്ലാം നമ്മുടെ ക്യാരക്ടറിനെ വളരെയധികം സ്വാധീനിക്കും. അപ്പം ഇപ്പോഴത്തെ ഒരാളുടെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ 5 കൊല്ലം കഴിഞ്ഞിട്ടോ അയാൾ എന്തായി തീരും എന്ന് നമുക്ക് എങ്ങനെ ഊഹിക്കാൻ പറ്റും? അപ്പം റിലേഷൻഷിപ്പിൽ കയറുമ്പം ആദ്യം നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഇയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ജഡ്ജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവിടെ എന്താ പറയുക, മണ്ടനും മണ്ടിയൊക്കെ ആവുന്നത്. കാര്യം ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ഇയാൾ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു പൊസിഷനിലായിരിക്കും ചിലപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചില മെൻ്റൽ ഷോക്കുകൾ, ചില എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെയുള്ളവരെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. അത് കണ്ടെത്താനായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ബിഹേവിയർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാതെ വേറെ വഴിയില്ല. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരാളുടെ കപ്പാസിറ്റി മനസ്സിലാക്കാനായിട്ട് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒരാളോട് വൃത്തിക്ക് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ നിരീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തിന് കേപ്പബിൾ ആണെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. പക്ഷെ ആ 2 മിനിറ്റിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാനുള്ള അറിവ് നിങ്ങൾ നേടിയെടുക്കണമെന്ന് മാത്രം. അതൊരു നോളജാണ്, അതൊരു ദിവ്യശക്തിയൊന്നുമല്ല. എല്ലാവർക്കും പറ്റും.